ഒരു കാലത്ത് ബി ജെ പിക്ക് എതിരെ ഉണ്ടായിരുന്ന പരാതിയാണ് കാരണം അണികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. കാരണം ഇലക്ഷൻ സമയത്ത് മാത്രം തങ്ങളുടെ വീട്ടിലെത്തുക, അല്ലെ, ബി ജെ പി ആയി പുറത്തിറങ്ങുക എന്നതായിരുന്നു വലിയ വിമർശനം. ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നേരത്തെ തന്നെ ഇനി മാസങ്ങളുണ്ട് എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്. മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രചരണം ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായി അമിത്ഷാ കേരളത്തിൽ വരുന്നുണ്ടല്ലോ. ജൂലൈ 13 അമിത്ഷാ കേരളത്തിൽ വരികയാണ്. അദ്ദേഹം സംസ്ഥാനത്തെ 7 റവന്യൂ ജില്ലകളിലെ വാർഡ് കമ്മിറ്റി ഭാരവാഹികളെ നേരിൽ കണ്ട് സംസാരിക്കും. അവരുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കും എന്നൊക്കെയാണ് വിവരം പുറത്തു വരുന്നത്. ഈ നമ്മുടെ തിരുവനന്തപുരത്തായിരിക്കും ആ യോഗം എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. എന്തായാലും ഒരു കാര്യം അതിനകത്ത് നിന്ന് വ്യക്തമാണ്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ പണ്ടൊക്കെ ഈ ഇലക്ഷൻ സമയത്താണ് ബി ജെ പിക്കാർ ഈ പറയുന്നത് പോലെ ബി ജെ പിയുടെ അണികൾക്ക് പോലും ബി ജെ പി നേതാക്കൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലായിരുന്നത്. പണ്ട് ഞാൻ പറയുന്നത് ഒരു 10-20 വർഷം മുമ്പുള്ള കഥയാണ്. ബി ജെ പി ആദ്യമായിട്ട് വളരെ ഗൗരവത്തിൽ ഒരു ഇലക്ഷനെ നേരിട്ടത് എൻ്റെ അറിവിൽ 2004 അന്ന് തിരുവനന്തപുരത്ത് ഒ രാജഗോപാൽ 2,28,000 വോട്ട് നേടി, ഞെട്ടിച്ചു. അതുപോലെ തന്നെ അന്ന് 3-ാം സ്ഥാനത്താണെങ്കിലും 2-ാം സ്ഥാനത്തായ വി എസ് ശിവകുമാറുമായിട്ട് വെറും 3000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അന്ന് PKV ആണ് ജയിച്ചത്. അദ്ദേഹം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-30,000 വോട്ട്, വലിയ ഭൂരിപക്ഷം ഉണ്ടെന്ന് തോന്നുന്നില്ല, 10-35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അന്ന് പൊതുവെ കേരളത്തിൽ അന്ന് NDAക്ക് ഒരു സീറ്റ് കിട്ടുകയും ചെയ്തു, മൂവാറ്റുപുഴയിൽ. PC തോമസ് അവിടെ നിന്ന് ജയിച്ചു. ഒരു കർഷക സംഘടനയുടെ ഇതിൽ നിന്ന്, കർഷക പാർട്ടിയുടെ അദ്ദേഹം രൂപീകരിച്ചു. അദ്ദേഹത്തെ കേരള കോൺഗ്രസ് എം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ BJP അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൊടുത്തു. LK അദ്വാനിയും PC തോമസുമായിട്ട് വലിയ അടുപ്പവുമായിരുന്നു. വാജ്പേയി മന്ത്രിസഭയിൽ അവസാന നാളുകളിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. ആ തിരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം വിജയിച്ചു വന്നത്. ഒരു കേന്ദ്ര സഹമന്ത്രി ആയിരുന്ന ഒരാൾ മത്സരിച്ച് ജയിച്ചു വന്നു, പിന്നെ MP ആയി. അതങ്ങനെയൊക്കെ പോയി. അതിനുശേഷം പിന്നെ BJPയിൽ ഉണർവ് നമ്മൾ കാണുന്നത് 2014 നരേന്ദ്രമോദി കടന്നു വന്നതിന് ശേഷമാണ്. കേരള BJPയിൽ ഒരു ഉണർവ് കാണുന്നത്. രാജ്യമെങ്ങും ഈ നരേന്ദ്രമോദി തരംഗമുണ്ടായി. അത് കേവലം ഒരു വ്യക്തിയിൽ അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് നമ്മൾ വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. പക്ഷേ അതവിടെ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. കേരളത്തിലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായി. വലിയ തോതിൽ കേരളത്തിൽ BJP വോട്ട് വർദ്ധിപ്പിക്കുന്ന കാഴ്ച, ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് മികച്ച മത്സരം നടന്നു, അതുപോലെ പാലക്കാട് നടന്നു. അങ്ങനെ കേരളത്തിലെമ്പാടും പാർട്ടിക്കുള്ളിൽ ഒരു പുതിയ ഉണർവുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് 2015 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് BJPക്ക് വലിയ നേട്ടമുണ്ടായി. 2016 നിയമസഭയിൽ BJP അക്കൗണ്ട് തുറന്നു. പിന്നീട് പക്ഷേ ഒരു പിന്നോട്ട് പോക്ക് നമ്മൾ കണ്ടു. 2021 ഉണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടു. വോട്ട് വിഹിതത്തിൽ വലിയ കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു സീറ്റ് വിജയിച്ച് കയറാനായി. വോട്ട് ശതമാനം ഏതാണ്ട് 20% എത്തി. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. അതായത് ജനവികാരം BJPക്ക് അനുകൂലമായി തുടങ്ങി എന്ന്, അല്ലെങ്കിൽ ജനം BJPയെ വളരെ ഗൗരവത്തിൽ കാണുന്നു. BJPക്ക് വോട്ട് കൊടുത്താൽ BJP ജയിക്കും, BJP നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്. 2015 കോർപ്പറേഷനിൽ 35 സീറ്റുമായിട്ട് മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP വരികയും അന്ന് ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള കക്ഷി എന്ന നിലയ്ക്ക് LDFന് മേയർ സ്ഥാനം കിട്ടുകയും ചെയ്തു. അതിനുശേഷം 2020 ഈ പറഞ്ഞതുപോലെ BJP അവരുടെ സീറ്റുകൾ നിലനിർത്തി. പക്ഷേ കോൺഗ്രസ്സിന് വലിയ നഷ്ടമുണ്ടായി. LDF ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി ഭരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് പിടിച്ചേ മതിയാവും. ഇനിയും BJP ഈ 35 സീറ്റിൽ തന്നെ നിൽക്കുകയോ, അല്ലെങ്കിൽ ഭരണം കിട്ടാതെ കുറച്ചുകൂടെ സീറ്റുകൾ കൂടുതൽ കിട്ടി പക്ഷെ ഭരണം കിട്ടിയില്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. കാരണം ജനം വളരെ ഈ പറയുന്ന പല വാർഡുകളിലും
BJP രണ്ടാം സ്ഥാനത്ത് എത്തിയത് ചെറിയ വോട്ടുകൾക്കാണ് വ്യത്യാസം. അതുപോലെ ഇപ്പോൾ ഇതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകളിൽ ഏതാണ്ട് 70-ലധികം വാർഡുകളിൽ അദ്ദേഹം ഒന്നാമതെത്തി. പല വാർഡുകളിലും മൃഗീയ ഭൂരിപക്ഷമായിരുന്നു അദ്ദേഹത്തിന്. 2500-3000 വോട്ടുകളുടെയൊക്കെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം പല വാർഡുകളിൽ ലീഡ് ചെയ്തത്. BJPയുടെ ഉറച്ച കോട്ടകളെന്ന് കരുതുന്ന പല വാർഡുകളിലും അദ്ദേഹത്തിന് 3000 വോട്ട് വരെയൊക്കെ കിട്ടി. ഇപ്പോൾ മറ്റൊരു വെല്ലുവിളി വന്നിട്ടുണ്ട്. ഡീലിമിറ്റേഷൻ നടന്നു. ഈ വാർഡുകളെല്ലാം മാറി. ചില വാർഡുകളൊക്കെ അപ്രത്യക്ഷമായി. ഇപ്പോൾ പാൽക്കുളങ്ങര, കുതിയാത്തി പോലെയുള്ള വാർഡുകളൊക്കെ അപ്രത്യക്ഷമായി. പുതിയ ചില വാർഡുകളൊക്കെ ഉണ്ടായി. ഇപ്പോൾ 100 എന്നുള്ളത് 103 വാർഡുകൾ ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇത് CPM വളരെ തന്ത്രപരമായിട്ട്, ഇപ്പോൾ അവരാണ് ഭരിക്കുന്നത്, സ്വയംഭരണ വകുപ്പ് അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ ഭംഗിയായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡീലിമിറ്റേഷനൊക്കെ ചെയ്ത് അവർക്ക് ജയിക്കാൻ പറ്റുന്ന അവരുടെ ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച്, കാരണം ഭരണം കയ്യിലുണ്ടല്ലോ, അതവർ ചെയ്തു. അതൊരു സർക്കാരിൻ്റെ നയമാണ്. അതിനകത്ത് കോടതിയൊന്നും ഇടപെടില്ല. എന്തായാലും അവരതൊക്കെ ചെയ്തു. 2005-ലും അവരങ്ങനെ ചെയ്തതാണ്. 2010-ലും അവരത് ചെയ്യാൻ ശ്രമിച്ചതാണ്. നമുക്കതിൻ്റെ 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതിൻ്റെ ചില ഗുണങ്ങളൊക്കെ അല്ല, അങ്ങനെ പറയുമ്പോഴും വലിയ രീതിയിൽ സംഘടനാപരമായി സ്വാധീനമുണ്ടല്ലോ BJPക്ക്, എത്ര മുറിക്കപ്പെട്ടാലും. അതെ, അതുകൊണ്ടാണ് ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ BJPയുടെ മേയർ തിരുവനന്തപുരത്ത് വേണം എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം, സാധാരണ കേന്ദ്ര നേതൃത്വം ഈ ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ അങ്ങനെ ഇടപെടാറില്ല. അതിന് പ്രത്യേകിച്ച് അവർ താല്പര്യം എടുക്കാറില്ല. അത് അതത് സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കും, അവരത് ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കാണ് അവിടുന്ന് സ്ഥാനാർത്ഥി നിർണയമൊക്കെ അവിടുന്നാണ് അംഗീകരിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ BJP കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ, തൃശ്ശൂർ കോർപ്പറേഷൻ, അതുപോലെ കോഴിക്കോട് കോർപ്പറേഷനൊക്കെ വളരെ ശ്രദ്ധ കൊടുത്ത് വളരെ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ്. എങ്ങനെയും ഇതിൽ 2 കോർപ്പറേഷനെങ്കിലും പിടിക്കണം. തിരുവനന്തപുരവും തൃശ്ശൂരും. കോഴിക്കോട് മുഖ്യ പ്രതിപക്ഷമായിട്ട് വരണം. ഇതാണ് BJPയുടെ അജണ്ട. BJP കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് ഇതാണ്. അതുകൊണ്ട് താഴെത്തട്ടിലെ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ഒരു എന്താ പറയുക, അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അമിത്ഷാ ഇപ്പോൾ വരുന്നത്. അത് വ്യക്തമാണ്. ശ്രീജിത്ത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ 1 മാസം മുമ്പല്ല പണി തുടങ്ങേണ്ടത്. മാസങ്ങൾക്ക് മുമ്പ്, ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങണം. ഇവിടെ BJP അത് ചെയ്തു. അത് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കോർപ്പറേഷൻ ഇലക്ഷൻ വളരെ ഗൗരവത്തിൽ കാണുകയും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ നേട്ടമുണ്ടാക്കാൻ, അധികാരം പിടിച്ചെടുക്കാൻ ആണ് BJP ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, സുരേഷ് ഗോപി 5 വർഷം തൃശ്ശൂർ ബേസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. വി മുരളീധരൻ ആറ്റിങ്ങലിൽ ഇത്രയും വോട്ട് നേടിയത് 2 വർഷത്തെ കഠിന പ്രയത്നമാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ തൊട്ട് 2021-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ച് അദ്ദേഹം അതിശക്തമായ പ്രവർത്തനം നടത്തുകയായിരുന്നു. അത് താഴെത്തട്ടിൽ ജനങ്ങളുടെ ഏതാവശ്യങ്ങൾക്കും ചാടി ഇറങ്ങുന്ന ഒരു നേതാവായി വി മുരളീധരൻ മാറി. ആ മുരളീധരനാണ് അവിടെ ഈ നിസാര വോട്ടുകൾക്ക് 3-ാം സ്ഥാനത്തേക്ക് പോയത്. അദ്ദേഹം ഉയർത്തിയ വെല്ലുവിളി വളരെ വലുതാണ്. LDFും UDFും ഒരു ഘട്ടത്തിൽ വിറച്ചു. ഒരു സമയം അദ്ദേഹം വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ലീഡ് ചെയ്തു. വി മുരളീധരൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു BJP കാൻഡിഡേറ്റ് ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് വി മുരളീധരനാണ്. മാത്രമല്ല, അടൂർ പ്രകാശും UDFിൻ്റെ അടൂർ പ്രകാശും LDFിൻ്റെ ജോയിയും ഞെട്ടിത്തരിച്ചു പോയി. മാത്രമല്ല, ഈ ചെറിയ വോട്ടിന് UDF ജയിച്ചത് നമുക്കറിയാം. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. അതിനകത്ത് എന്തൊക്കെ തന്ത്രങ്ങൾ അവർ പയറ്റി എന്നുള്ളത് അറിയാം. പക്ഷേ അവരോടൊപ്പം ഏറ്റുമുട്ടി നിൽക്കാൻ BJPക്ക് കരുത്തുണ്ട് എന്ന് വി മുരളീധരന് തെളിയിക്കാൻ സാധിച്ചു. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് ആലപ്പുഴയിലും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ, ഒരു പക്ഷേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് KC വേണുഗോപാൽ അല്ല മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു പോയേനെ. അവിടെ ശോഭയ്ക്ക് കിട്ടേണ്ട കുറേ വോട്ടുകൾ KC പിടിച്ചുകൊണ്ടുപോയി. കാരണം KCയുടെ പരമ്പരാഗത വോട്ടുകളാണ്. അത് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളാണ്, CPM വിരുദ്ധ വോട്ടുകളാണ്. ആ വോട്ടുകൾ ഒരു പക്ഷേ BJP ജയിച്ചില്ലെങ്കിലോ എന്ന് ഭയന്ന് കൃത്യമായിട്ടും അത് KC വേണുഗോപാലിന് പോൾ ചെയ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അവിടെയും നമുക്കറിയാം, ഇടതുപക്ഷവുമായിട്ട് BJPക്ക് നേരിയ വ്യത്യാസമേ ഉള്ളൂ. ശോഭാ സുരേന്ദ്രൻ ചെറിയൊരു സംഖ്യ വോട്ടുകൾക്കാണ് പുറകിൽ നിൽക്കുന്നത്.
അവിടെയും പല മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്തെത്തിയത് CPM-നെ ഞെട്ടിച്ചു, കോൺഗ്രസിനെയും അത് ഞെട്ടിച്ചു. അപ്പോൾ ഈ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താനാണ് അമിത്ഷായുടെ വരവ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് ഓരോ മണ്ഡലത്തിലെ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുക്കാൻ ആളുണ്ട്, പാർട്ടി മിഷനറി ഉണ്ട്. അദ്ദേഹത്തിന് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ അദ്ദേഹം വളരെ മിടുക്കനാണ്. അത് നമ്മൾ അഹമ്മദാബാദ് കോർപ്പറേഷനിൽ തുടങ്ങി 2014 UP തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ മോദി തരംഗമുണ്ടെങ്കിലും ആ തരംഗത്തെ കൃത്യമായി ചാനൽ ചെയ്ത് അതിൻ്റെ നേട്ടം കൊയ്യാൻ അമിത്ഷാ വളരെ മിടുക്കനാണ്. ഇക്കുറി ഈ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം അതിനെ കൃത്യമായൊരു റിസൾട്ടിലെത്തിക്കാൻ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിനൊരു കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് അദ്ദേഹത്തിൻ്റെ വരവ്. അദ്ദേഹം എന്തൊക്കെ തന്ത്രങ്ങളാണ് പയറ്റാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും നിർവാഹമുള്ളൂ. BJP അങ്ങനെയാണ്, അവരുടെ രഹസ്യങ്ങളൊന്നും പുറത്ത് അറിയില്ല, വളരെ ഗോപ്യമായിരിക്കും. പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ പണി കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, അയ്യോ അവർ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളത്. ഇവിടെ അതുകൊണ്ട് അമിത്ഷായുടെ വരവ് വളരെ സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെയാണ് പാർട്ടി പ്രവർത്തകരും BJP പ്രവർത്തകരും അതുപോലെ എതിരാളികളും രണ്ടുപേരും അതിനെ നോക്കിക്കാണുന്നത്. അങ്ങനെയാണ്. നമുക്ക് കാത്തിരിക്കാം എന്താണ് അമിത്ഷാ ഒരുക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കും കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.